അടച്ചുപൂട്ടിയ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മാസം 5000 രൂപ വീതം നൽകുന്നതിനെതിരെ കടുത്ത നിലപാടുമായി വ്യവസായ വകുപ്പ്. ജോലി ചെയ്യാതെ തൊഴിലാളികൾക്ക് പണം കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യവസായ മന്ത്രി തുറന്നടിച്ചു. നിയമനിർമ്മാണം നടത്താനുള്ള സാധ്യത കൂടി വ്യവസായ വകുപ്പിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി സൂചന നൽകി. അടച്ചുപൂട്ടിയ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നിയമസഭ പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച ബില്ലിൽ തൊഴിലാളികൾക്ക് പ്രതിമാസം നിശ്ചിത തുക നൽകാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. ഇത് പ്രകാരം 105 തൊഴിലാളികൾക്ക് 5000 രൂപ വീതം പ്രതിമാസം കേരള വ്യവസായ വികസന കോർപ്പറേഷനാണ് നൽകുന്നത്. ഇത് തെറ്റായ നടപടിയാണെന്നും നിയമപരമായി തന്നെ തിരുത്തണമെന്നുമാണ് വ്യവസായ വകുപ്പിന്റെ പുതിയ നിലപാട്. ആ പൊതുമേഖലാ സ്ഥാപനം ഓരോ മാസവും ഇങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു പണിയെടുക്കണ്ട. ഇങ്ങനെ വന്നാൽ അത് തൊഴിലാളികൾക്കിടയിൽ അരാജകത്വം ഉണ്ടാകും. മന്ത്രി വിഷയം പഠിക്കാതെ നടത്തിയ പ്രതികരണമാണിതെന്നാണ് കോംട്രസ്റ്റ് സമരസമിതിയുടെ നിലപാട്. നേരത്തെ CPM നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റിന് ഭൂമി വിൽക്കാനുള്ള നീക്കം വിവാദമാകുകയും പിന്നീട് സർക്കാർ തന്നെ ഭൂമി ഏറ്റെടുക്കാനായി നിയമം കൊണ്ടുവരികയുമായിരുന്നു. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതിനെ തുടർന്ന് കോംട്രസ്റ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ വ്യവസായ വികസന കോർപ്പറേഷനും തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് തൊഴിലാളികൾക്ക് അനുകൂലമായ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുള്ള വ്യവസായ മന്ത്രിയുടെ നീക്കം. മീഡിയ 1 കോഴിക്കോട്.